ഹായ് എവരിവൺ. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് സ്ത്രീകളുടെ ജീവിതം പോസിറ്റീവ്ലി മാറ്റിമറിച്ച ഒരു നിയമത്തെ പറ്റിയാണ്. സ്ത്രീകൾക്ക് ആ നിയമം വഴിയുള്ള അവകാശങ്ങളെ പറ്റിയാണ്. കൂടുതൽ സ്ത്രീകൾക്കും ഇതിനെപ്പറ്റിയൊന്നും അവെയർ അല്ല. വളരെ പേടിയോടുകൂടിയാണ് ഇത്തരം കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. അതിനൊരു പരിധിവരെ കാരണം സൊസൈറ്റിയുടെ സ്റ്റിഗ്മയും ഇതിനകത്തുള്ള ഭിന്ന അഭിപ്രായവും അതുപോലെ തന്നെ ധാരാളം തെറ്റിദ്ധാരണകളും ആണ്. അപ്പോൾ എന്താണ് ഈ MTP എന്ന് പറയുന്നത്? MTP എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. അതായത് മെഡിക്കൽ സർവീസസ് ഉപയോഗിച്ചുകൊണ്ട് അബോർഷൻ അഥവാ ഗർഭഛിദ്രം നടത്തുന്നതിനാണ് MTP എന്ന് പറയുന്നത്. ഇത് മരുന്നുകൾ വഴിയാകാം, സർജറി വഴിയാകാം, ഇതിന്റെ ഒരു കോമ്പിനേഷനും ആകാം. എന്തായാലും ഇതിനെ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് വ്യക്തമായിട്ടുള്ള നിയമങ്ങളുണ്ട്. 1971 ആദ്യമായിട്ട് MTP ആക്ട് നിലവിൽ വരുന്നത്. അതിനുശേഷം 40 വർഷത്തിന് ശേഷമാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അമെന്റ്മെന്റ് 2021 ഉണ്ടായിട്ടുള്ളത്. അപ്പം ഈ 71 2021 എന്ന് പറയുമ്പോൾ വലിയൊരു കാല വ്യത്യാസത്തിൽ വന്നുകൊണ്ട് തന്നെ കാലാനുസൃതമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഈ നിയമത്തിലുണ്ടായി. എന്നാൽ പല സ്ത്രീകളും ഇപ്പോഴും ഇതിനെപ്പറ്റി അവെയർ അല്ല. അവർക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. അത് നമ്മുടെ സാമൂഹിക സാഹചര്യവും കൂടി അങ്ങനെ ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ സ്ത്രീകൾ അവെയർ അല്ലാതെ ഇരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ MTP ആക്ട് ബേസിക്കലി സേഫ് ആയിട്ടും ലീഗലായിട്ടും ഉള്ള മെഡിക്കൽ അബോർഷൻ സർവീസസിന് ഉള്ള നിയമങ്ങൾ പറയുന്ന അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് പറയുന്ന ഒരു ആക്ട് ആണ്. അപ്പോൾ ആർക്കാണ് ശരിക്കും ഇതിന്റെ സർവീസസ് അവൈൽ ചെയ്യാൻ പറ്റുന്നത്? ആർക്കൊക്കെ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ചെയ്യാം? അതായത് ഒരു ഹോസ്പിറ്റലിൽ പോയി അബോർഷൻ ചെയ്യണം എന്ന് ആർക്കൊക്കെ പറയാനായിട്ട് സാധിക്കും? ഇതിനെ നമുക്ക് ബ്രോഡായിട്ട് പറയുകയാണെങ്കിൽ 4 കാറ്റഗറിയിലുള്ള സ്ത്രീകൾക്ക് ഇങ്ങനെ പറയാൻ പറ്റുമെന്ന് പറയാം. ആദ്യത്തേത് തെറപ്യൂട്ടിക് ആയിട്ടുള്ള ഇൻഡിക്കേഷൻസ് ആണ്. അതായത് ആ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്താൽ അമ്മയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലം വരും, അമ്മയുടെ ജീവന് ഭീഷണിയാണ്, ഇത്തരം കണ്ടീഷനുകളെയാണ് തെറപ്യൂട്ടിക് എന്ന് പറയുന്നത്. അതാണ് ആദ്യത്തെ ഇൻഡിക്കേഷൻ. രണ്ടാമത്തെ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പം വരും, അതാണ് യൂജിനിക് എന്ന് പറയുന്നത്. അത് കുഞ്ഞിന് എന്തെങ്കിലും മാൽ ഡെവലപ്മെന്റ് ഉണ്ടെന്ന് അനോമലി സ്കാനിൽ അറിയുന്നു, അല്ലെങ്കിൽ പലതരം ടെസ്റ്റുകളുണ്ട്. അതുവഴി നമ്മൾ എന്തെങ്കിലും സിൻഡ്രോം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഫിസിക്കലായിട്ടും മെന്റലായിട്ടും എന്തെങ്കിലും കുഴപ്പങ്ങൾ കുഞ്ഞിനുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അറിയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സ്ത്രീകൾക്കും ഈ സർവീസസ് അവൈൽ ചെയ്യാവുന്നതാണ്. മൂന്നാമത്തേതാണ് ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ട് എന്ന് പറയുന്നത്, മാനുഷികമായിട്ടുള്ള പരിഗണന. അത് റേപ്പ് വഴി പ്രഗ്നന്റ് ആയവർ, അതുപോലെ തന്നെ ഇൻസെസ്റ്റ് വഴി പ്രഗ്നന്റ് ആയവർ. ഇൻസെസ്റ്റ് എന്ന് പറയുന്നത് ക്ലോസ് റിലേറ്റീവ്സ് തമ്മിലുള്ള സെക്ഷൽ റിലേഷൻഷിപ്പിനെയാണ് ഇൻസെസ്റ്റ് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ സിബ്ലിങ്സ് തമ്മിലാവാം, അച്ഛനും മകളും തമ്മിലാകാം, മകനും അമ്മയും തമ്മിലാവാം. അപ്പം ഇത്തരം ഒരു റിലേഷനിൽ നിന്നുണ്ടാകുന്ന പ്രഗ്നൻസി എന്ന് പറയുന്നത് കൂടുതൽ കേസുകളിലും ആ അമ്മയ്ക്ക് കുറച്ച് ട്രോമാറ്റിക് ആയിരിക്കും. അപ്പം അത്തരം കേസുകളിലും ഇത് അനുവദനീയമാണ്. നാലാമത്തതെന്ന് പറയുന്നത് സോഷ്യൽ റീസൺസ് ആണ്, അതായത് സാമൂഹികപരമായ റീസൺ. അതിനകത്താണ് നമ്മൾ കോൺട്രസെപ്റ്റീവ് ഫെയിലിയർ പറയുന്നത്. അത് OCP ഫെയിൽ ആയതാവാം, കോപ്പർട്ടി ഫെയിൽ ആയതാകാം, സിമ്പിൾ ആയിട്ടുള്ള കോണ്ടം യൂസ് ചെയ്തിട്ട് കോണ്ടം റപ്ചർ ആയതോ. അപ്പൊ എന്ത് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഫെയിൽ ആയാലും നമുക്ക് ഈ ഒരു ക്ലോസിനകത്ത് നമ്മൾ വരും. ഇങ്ങനെ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പൊ എല്ലാവരും ഉൾപ്പെടുമല്ലോ, ഇങ്ങനെ ക്ലോസുകൾ വെക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുന്നവരുണ്ട്, ഇത് മിസ്യൂസ് ചെയ്യപ്പെടുമെന്ന് പറയുന്നവരുണ്ട്. പക്ഷെ ഇപ്പോൾ കാലം മാറിയതിനനുസരിച്ച് നിയമത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ നാലാമത്തെ ഗ്രൗണ്ടിലാണ് ഒരുപാട് പേർക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത്. എന്നിട്ട് എന്തുകൊണ്ടായിരിക്കാം ഗവൺമെന്റ് ഇങ്ങനെ ഒരു ക്ലോസ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാല്, ഇതിൽ ഒന്നാമത്തെ ഗവൺമെന്റിന്റെ അജണ്ട എന്ന് പറയുന്നത് പോപ്പുലേഷൻ എക്സ്പ്ലോഷന് ഒരു തടയിടുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ഘടകമാണ്. രണ്ടാമത്തേതെന്ന് പറഞ്ഞാല് കൂടുതലും ആൾക്കാർ ഇപ്പോൾ കോൺട്രസെപ്റ്റീവ് ഫെയിലിയറിൽ കൂടെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു അൺഎക്സ്പെക്ടഡ് പ്രഗ്നൻസിയിലൂടെ പോകുന്നത് അമ്മയുടെ മെന്റൽ ഹെൽത്തിനെ എന്തായാലും അഫക്റ്റ് ചെയ്യും എന്നുള്ളൊരു റീസൺ കൊണ്ടും കൂടിയാണ് ഈ ഒരു ക്ലോസ് വെച്ചിരിക്കുന്നത്. അതായത് നമുക്കിപ്പം ഈ ഒരു ക്ലോസ് അവൈൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പ്രൂഫ് ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. OCP കഴിച്ചിട്ട് ഫെയിൽ ആയെന്നോ അല്ലെങ്കിൽ ക്വാണ്ടം റപ്ചർ കാരണം പ്രഗ്നന്റ് ആയെന്നോ ഒന്നും നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ വെർബലി പറഞ്ഞാൽ മതി. അപ്പോൾ ഇതിനകത്ത് ഒരു ട്രസ്റ്റിന്റെ ഇഷ്യൂ വരുന്നുണ്ട്. അതായത് ഈ ക്ലോസിൽ സർവീസസ് അവൈൽ ചെയ്യുന്നവരെല്ലാം ആ കാരണം വഴി തന്നെ ആയിരിക്കത്തില്ല അവൈൽ ചെയ്യുന്നത്. അങ്ങനെ മിസ്യൂസ് ചെയ്യപ്പെടാം എന്നൊരു വശമുണ്ട് എന്നിരിക്കെ, ഇതിന്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ കോൺട്രസെപ്റ്റീവ് ഫെയിലിയർ വഴി പ്രഗ്നന്റ് ആകുന്നവര് ആ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്ത് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ അമ്മയ്ക്ക് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിപ്പം കോൺട്രസെപ്റ്റീവ് ഫെയിലിയർ അല്ല, അൺഎക്സ്പെക്ടഡ് പ്രഗ്നൻസി ആണ്, അൺവാണ്ടഡ് പ്രഗ്നൻസി ആണെന്നുണ്ടെങ്കിലും അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു റീസൺ ആണ് കൂടുതൽ പേരും അത്തരം കേസുകളിൽ സൈറ്റ് ചെയ്യുന്നത്. അപ്പം എന്തായാലും അവർ അബോർഷൻ ചെയ്യാം എന്ന് തീരുമാനിച്ചിരിക്കെ ഇല്ലീഗലായിട്ടും അൺസയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സിലേക്ക് പോയിട്ട് കോംപ്ലിക്കേഷൻസ് വരുത്തുക, അതുപോലെ തന്നെ മരണം വരെ സംഭവിക്കാം. അത്തരം ഒരു രീതിയിലേക്ക് പോകുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ടും ബെറ്റർ ആണ്
നമ്മൾ ഗവൺമെന്റ് വഴി ഇത്തരം സർവീസുകൾ അവൈൽ ചെയ്യുന്നതെന്നുള്ളൊരു വശമാണ് ഈ 4ാമത്തെ ഫാക്ടറിന് ഉള്ളത്. ഇനി ഇതിനകത്ത് വന്നേക്കുന്ന മേജർ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് 1971 ആക്ടിൽ 20 ആഴ്ച വരെയാണ് ഒരാൾക്ക് MTP ചെയ്യാനായിട്ട് പറ്റുന്നത്. പക്ഷെ 2021 ആക്ട് അനുസരിച്ച് 24 ആഴ്ച വരെ, അതായത് 5 മാസം എന്നുള്ളത് 6 മാസമായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പം 71 ഒരു മെഡിക്കൽ സയൻസിന്റെ ഡെവലപ്മെന്റ് വെച്ചിട്ട് അന്നത്തെ കാലത്ത് 5 മാസം വരെയായിരുന്നു നമുക്ക് സേഫ് ആയിട്ട് ഇത്തരം സർവീസുകൾ കൊടുക്കാനായിട്ട് പറ്റുന്നത്, അമ്മയുടെ ജീവന് അപകടമൊന്നുമില്ലാതെ. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ മെഡിക്കൽ ഫീൽഡൊക്കെ അഡ്വാൻസ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് 24 ആഴ്ച വരെ, 6 മാസം വരെ ഇത്തരം സർവീസസ് കൊടുക്കാനായിട്ട് സാധിക്കും. വെസ്റ്റേൺ കൺട്രീസിലൊക്കെ കുറച്ച് നാൾ മുന്നേ തന്നെ ഈ ഒരു സ്റ്റേജിൽ എത്തിയിരുന്നു. അവിടെ 24 ആഴ്ചയാണ് ഓൾറെഡി. നമ്മളിപ്പോഴാണ് ആ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നത്. പക്ഷെ ഇതിനും പല ക്രൈറ്റീരിയ ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ 4 ക്രൈറ്റീരിയയിൽ ഏത് ക്രൈറ്റീരിയയും കൊണ്ട് നമുക്ക് ചെന്ന് 20 ആഴ്ച കഴിഞ്ഞിട്ട് 20 മുതൽ 24 ആഴ്ച വരെയുള്ള കാലയളവിലുള്ള പ്രഗ്നൻസി നമുക്ക് ടെർമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഈ പറഞ്ഞ പോലെ കോൺട്രസെപ്റ്റീവ് ഫെയിലിയർ ഒക്കെ 20 ആഴ്ച വരെയുള്ള പ്രഗ്നൻസിയിലേ പറ്റത്തുള്ളൂ, 5 മാസം വരെയുള്ള പ്രഗ്നൻസിയിലേ പറ്റത്തുള്ളൂ. കാരണം നമുക്കത് കോൺട്രസെപ്റ്റീവ് ഫെയിലിയർ ആണ് ആദ്യം കൺസീവ് ചെയ്തപ്പോൾ തന്നെ മനസ്സിലായ കാര്യമാണ്. അപ്പൊ അത്രയും ലേറ്റ് ആക്കേണ്ട കാര്യമില്ല. കാരണം 20 ആഴ്ച കഴിയുമ്പം ഉള്ള MTPക്ക് അതിൻ്റെതായിട്ടുള്ള റിസ്കുകളുണ്ട്. അപ്പൊ നമുക്ക് വെറുതെ ഇങ്ങനെ ഒരു റീസൺ കാരണം അത് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ 20 മുതൽ 24 ആഴ്ച വരെയുള്ള പ്രഗ്നൻസി ടെർമിനേഷനിൽ നമ്മൾ നോക്കുന്ന ഫാക്ടർ എന്ന് പറയുന്നത്, ഒന്ന് ഇത് റേപ്പ് സർവൈവേഴ്സിന് അവൈൽ ചെയ്യാൻ പറ്റും. ഈ ഒരു 20 മുതൽ 24 ആഴ്ച വരെ എന്നുള്ളൊരു പീരീഡ് മൈനർ ആണെങ്കിൽ പറ്റും. വിഡോ ആണ് അല്ലെന്നുണ്ടെങ്കിൽ ഡൈവേഴ്സിലൂടെ ഗോ ത്രൂ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പറ്റും. പിന്നെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സ്ത്രീകൾക്കും പറ്റും. അപ്പോൾ റേപ്പ് സർവൈവേഴ്സിന് ആദ്യമേ റേപ്പാന്ന് അറിയത്തില്ലേ, പിന്നെന്താണ് 20 മുതൽ 24 ആഴ്ച വരെ നമ്മൾ അനുവദിക്കുന്നതെന്ന് പറഞ്ഞാൽ, ചില റേപ്പ് സർവൈവേഴ്സ് കുറെ നാൾ കഴിഞ്ഞിട്ടായിരിക്കും അവർക്ക് റേപ്പ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് പുറത്ത് പറയുന്നത് പോലും നമ്മുടെ ഈ ഒരു സോഷ്യൽ സിറ്റുവേഷൻ വെച്ചിട്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ക്ലോസ് വെച്ചിരിക്കുന്നത്. മാത്രമല്ല ഫീറ്റൽ ഡിഫക്റ്റുകൾ ഇതിനകത്ത് വരും. 20 മുതൽ 24 ആഴ്ച വരെ ലേറ്റ് ആയിട്ടാണ് നമ്മളൊരു ഫീറ്റൽ ഡിഫക്റ്റ് ഡിറ്റക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 20 മുതൽ 24 ആഴ്ച വരെയുള്ള ടൈം പീരീഡിൽ ടെർമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. 24 ആഴ്ച കഴിഞ്ഞും പറ്റുമോ എന്ന് ചോദിച്ചാൽ 24 ആഴ്ച കഴിഞ്ഞും സിവിയർ ആയിട്ടുള്ള ഫീറ്റൽ ഡിഫക്ട്സിൽ ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് സർവൈവ് ചെയ്യത്തില്ല. അത്രയും ഡിഫക്റ്റ് ഉള്ള ഒരു കുഞ്ഞാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 24 ആഴ്ച കഴിഞ്ഞ് പറ്റും. അതിന് പക്ഷേ റിറ്റ് പെറ്റീഷൻ ഒക്കെ കൊടുക്കേണ്ടി വരും. അവിടെ ഒരു ബോർഡ് ഓഫ് ഡോക്ടേഴ്സ് ആയിരിക്കും ഇതിനകത്ത് തീരുമാനം എടുക്കുന്നത്. ആ ബോർഡ് ഓഫ് ഡോക്ടേഴ്സിൽ 3 ഡോക്ടേഴ്സ് ആണുള്ളത്. ഒന്ന് ഗൈനക്കോളജിസ്റ്റ്, ഒന്ന് പീഡിയാട്രീഷ്യൻ, പിന്നെ സ്കാൻ ചെയ്യുന്ന ഡോക്ടർ, റേഡിയോളജിസ്റ്റ്. ഇങ്ങനെ 3 പേരും മറ്റാരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരും കൂടെ ആ ബോർഡിൽ മെമ്പർ ആകാം. പക്ഷേ 20 ആഴ്ച വരെയുള്ള പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യുന്നത് ഒരു ഡോക്ടറിന്റെ ഒപ്പീനിയൻ മതി. അതുപോലെ തന്നെ 20 മുതൽ 24 ആഴ്ച വരെയുള്ള ഈ സ്പെഷ്യൽ സിറ്റുവേഷൻസിൽ പറഞ്ഞല്ലോ, അതിന് 2 ഡോക്ടേഴ്സിന്റെ ഒപ്പീനിയൻ ഉണ്ട്. ഈ ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു MBBS കഴിഞ്ഞ ഡോക്ടർ അല്ല. തീർച്ചയായിട്ടും അയാളൊരു ഗൈനക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റിൽ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഈ ആക്ടിൽ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് പീരീഡ് ഉണ്ട്. അത്രയും ട്രെയിനിങ് പീരീഡ് കംപ്ലീറ്റ് ചെയ്തവരോ ആയിരിക്കണം. നേരത്തെ ആക്ട് പ്രകാരം ഇത് 20 ആഴ്ച ആയിരുന്ന സമയത്ത് ഒരുപാട് റിട്ട് പെറ്റീഷനുകൾ ഇതുപോലെ 20 ആഴ്ച കഴിഞ്ഞിട്ട് ടെർമിനേറ്റ് ചെയ്യാനായിട്ട് ഹൈക്കോർട്ട്സിൽ വരുമായിരുന്നു. അപ്പോഴാണ് ഹൈക്കോർട്ട് ഒബ്സർവ് ചെയ്തത് അവരിത് അലോ ചെയ്തേക്കുന്ന കേസുകളൊക്കെ ഈ പാറ്റേണിലുള്ള കേസുകളാണ്. റേപ്പ് കേസുകൾ, മൈനർ ആയിട്ടുള്ള കേസുകൾ, കുട്ടികൾക്ക് ഡിഫക്റ്റ് ഉള്ള കേസുകൾ, അതുപോലെ തന്നെ വിഡോ അല്ലെങ്കിൽ ഡിവോഴ്സി എന്നുള്ള സ്റ്റാറ്റസ് ഉള്ളവർ. അപ്പോൾ ഹൈക്കോർട്ടും സുപ്രീം കോർട്ടും തന്നെ ഗവൺമെന്റിനോട് ഇതിന് ഗൈഡ് ലൈൻസ് ഉണ്ടാക്കണം. 20 എന്ന് പറയുന്നത് 24 വീക്സ് ആയിട്ട് റീസ് ചെയ്യണം എന്നുള്ള ആവശ്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ കുറെ കേസുകൾ അവർക്ക് ഹിയർ ചെയ്യേണ്ടി വരത്തില്ല അതിന് ഗൈഡ് ലൈൻസ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ അതിന്റെയും കൂടെ ഭാഗമായിട്ടാണ് 20 ആഴ്ച എന്ന് പറയുന്നത് 24 ആഴ്ച എന്നുള്ള രീതിക്ക് നമ്മുടെ മെഡിക്കൽ ഫീൽഡിലെ അഡ്വാൻസ്മെന്റോടെ കണക്കിലെടുത്ത് കൂട്ടിവെച്ചിരിക്കുന്നത്. പക്ഷേ സ്പെഷ്യൽ കണ്ടീഷനുകളിൽ മാത്രം. ഇനി മറ്റൊരു കാര്യം, നമ്മൾ MTP ആക്ട് വഴി ഒരു അബോർഷൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ ഡോക്ടർ ഒരിക്കലും ആ സ്ത്രീയുടെ പേരോ മറ്റു വിവരങ്ങളോ പുറത്തു പറയാനായിട്ട് പാടില്ല. ലോയ്ക്ക് അക്കോർഡിംഗ് ആയിട്ട് പറയാം. കോടതിയിൽ ചോദിക്കുവാണെങ്കിൽ, ജഡ്ജ് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ ലോയ്ക്ക് വേണ്ടിയിട്ട് പറയാം. അല്ലാതെ പുറത്ത് നമുക്ക് ഒരു ക്രെഡൻഷ്യൽസും കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല. അതൊരു ക്രൈമാണ്. അങ്ങനെ ചെയ്താൽ ആ ഡോക്ടർ ശിക്ഷിക്കപ്പെടും. അപ്പൊ നിങ്ങളുടെ പ്രൈവസി എന്തായാലും ഈ ഒരു ആക്ടിൽ എൻഷ്യോർഡ് ആയിരിക്കും. ഏറ്റവും വലിയൊരു ചേഞ്ച് എന്ന് പറയുന്നത് 1971 ആക്ടില് വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് മാത്രമേ ഹോസ്പിറ്റലിൽ പോയി ലീഗലി അബോർഷൻ ചെയ്യാൻ സാധിക്കത്തുള്ളായിരുന്നു. പക്ഷെ 21 വന്നപ്പോഴത്തേക്കും അത് എല്ലാ സ്ത്രീകൾക്കും പറ്റും. മാരീഡ് ആണോ അൺമാരീഡ് ആണോ എന്നുള്ളത് മാറ്റർ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ പണ്ടത്തെ ആക്ടിലും ഇപ്പോഴത്തെ ആക്ടിലും സ്ത്രീയുടെ കൺസെന്റ് മാത്രമാണ് ആവശ്യം. സ്ത്രീയാണ് തീരുമാനിക്കുന്നത്. അല്ലാതെ പാർട്ട്ണറിന്റെ കൺസെന്റ് ആവശ്യം ഇല്ല. അത് പഴയ നിയമത്തിൽ ഹസ്ബൻഡിന്റെ കൺസെന്റ് ആവശ്യമില്ല എന്നാണ് എഴുതിയിരുന്നതെങ്കിൽ ഇപ്പൊ പറയുന്നത് പാർട്ട്ണറിന്റെ കൺസെന്റ് ആവശ്യമില്ല എന്നാണ്. അപ്പൊ അങ്ങനെയും നിയമം കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ എന്റെ ടെർമിനോളജിയിലും വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ലിവ് ഇൻ റിലേഷൻഷിപ്പിലുള്ളവർക്കും ഒക്കെ ഈ സർവീസ് അവൈൽ ചെയ്യാവുന്നതാണ്. അൺമാരീഡ് ആണെന്നുണ്ടെങ്കിലും സർവീസ് അവൈൽ ചെയ്യാവുന്നതാണ്. നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറോടെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ആ ഡോക്ടറിന്റെ ഡ്യൂട്ടിയാണ്. ഡോക്ടറിന് ഒരിക്കലും മറ്റൊരാളെ വിളിച്ചത് പറയാനോ അറിയിക്കാനോ ഉള്ള അധികാരം ഇല്ല.
ഇപ്പോൾ നിങ്ങൾ പഴയ ഡോക്ടേഴ്സിന്റെ അടുത്തൊക്കെയാണ് പോകുന്നുണ്ടെങ്കിൽ അവർ പേരൻസിനെ വിളിപ്പിക്കുക, അവരുടെ ആ ഒരു പഴയ രീതി വെച്ച് പേരൻസിനെ വിളിപ്പിക്കുക. അതുപോലെ തന്നെ കൂടുതലും അബോർഷന് എതിരായിട്ടുള്ളവരായിരിക്കും കുറച്ച് പഴയ ജനറേഷനിലുള്ള ഡോക്ടേഴ്സ്. ഞാൻ അങ്ങനെ അടച്ച് അങ്ങനെ പറയല്ല, പക്ഷെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ്, ഞാൻ ഹൗസ് സർജൻസി ടൈമിലും അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ള ഡോക്ടേഴ്സിന്റെ ഒരു ബിഹേവിയറൽ രീതി വെച്ചിട്ട് ഞാൻ പറയുകയാണ്, അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ബിഹേവിയർ ആണല്ലോ, അങ്ങനെ ഒരു ബിഹേവിയർ ആയിരിക്കും എന്ന് കരുതി അവർക്ക് ഈ അവകാശങ്ങളെ പറ്റി അവയർനെസ് ഇല്ല എന്നല്ല, അവരുടെ ആ ഒരു എത്തിക്കൽ കൺസേൺസ് അങ്ങനെ ആയതുകൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവകാശമില്ല എന്നതിനർത്ഥമില്ല. പക്ഷെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് നമ്മുടെ ആ ഒരു ഏജ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു തൊട്ട് മുന്നേ ഉള്ള ജനറേഷൻ, ആ ഒരു ജനറേഷനിലുള്ള ഡോക്ടേഴ്സ് ആണെങ്കിൽ കൂടുതൽ അവെയറും കൂടുതൽ ഓപ്പണും ആയിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. അവർക്ക് കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടായിരിക്കും നിങ്ങളുടെ പ്രൈവസി അവർ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ഈ ആക്ട് പ്രകാരം അവരുടെ ഡ്യൂട്ടിയാണെന്ന്. അതുകൊണ്ട് തന്നെ അവര് നിങ്ങളെ അനാവശ്യമായിട്ട് ക്രൂശിക്കാനായിട്ട് വരത്തില്ല. ഇപ്പൊ ഞാൻ ഈ സ്ത്രീയുടെ അവകാശം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, അപ്പൊ ഈ കുഞ്ഞിന് ജീവിക്കാനുള്ള അവകാശമില്ല, റൈറ്റ് ടു ലൈഫ് എന്നൊന്നില്ല, അതുപോലെ തന്നെ ഹസ്ബൻഡിനോ പാർട്ട്ണറിനോ ഒരു കുഞ്ഞുണ്ടാവണം എന്നുള്ള ഒരു അവകാശമില്ല, ഈ അവകാശങ്ങളൊക്കെ അവിടെ ഖനിക്കപ്പെടുകയല്ലേ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. പക്ഷെ ഒരു സ്ത്രീക്ക് അവരുടെ ബോഡിയിലും അവരുടെ റീപ്രൊഡക്ഷനിലും ഉള്ള റൈറ്റ് എന്ന് പറയുന്നത് ഇതിനെക്കാട്ടിലൊക്കെ എത്രയോ ഉപരിയാണെന്നാണ് നിയമം പറയുന്നത്. ശരിക്കും ഇതിനെ റീപ്രൊഡക്റ്റീവ് റൈറ്റ് എന്നാണ് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുന്നുണ്ട്. അതിന്റെ അണ്ടറിലാണ് ഈ റീപ്രൊഡക്റ്റീവ് റൈറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ ഈ ആക്ടിനെ പറ്റി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും, വിവാഹിതരല്ലാത്ത സ്ത്രീകൾ ഒരു ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് അബോർഷൻ ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ലീഗലി പോസിബിൾ ആണ്. അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ ഈ ഗ്രൗണ്ട്സ് അവർ തീർച്ചയായിട്ടും നോക്കും, ഇന്ന ഗ്രൗണ്ട്സ് ഉണ്ടോ. തീർച്ചയായിട്ടും നമ്മുടെ മെന്റൽ ഹെൽത്തിനെ, അൺമാരീഡ് ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് ഒരു പ്രഗ്നൻസി ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്താൽ അവരുടെ സോഷ്യൽ സിറ്റുവേഷൻ കാരണം അല്ലെങ്കിൽ അവരുടെ ഒരു മെന്റൽ അപ്പോഴത്തെ ഒരു മെന്റൽ സ്റ്റേറ്റ് അങ്ങനെയായിരിക്കും ആ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യേണ്ട എന്നുള്ളതായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ലൈഫ് ഫുള്ള് അപ്സൈഡ് ഡൗൺ ആവുകയാണ് ചെയ്യുന്നത്. അവരുടെ മെന്റൽ ഹെൽത്തിനെ തീർച്ചയായിട്ടും അത് ബാധിക്കും. ആ ഒരു ക്ലോസിലും വരും. അതുപോലെ തന്നെ കോൺട്രസെപ്റ്റീവ് ഫെയിലിയർ ഒരുപാട് പേര് പറയുന്ന ഒരു കോസാണ്. അത് ആകായിരിക്കാം അല്ലായിരിക്കാം, കാരണം അതിനകത്ത് കളവ് പറയുക എന്നുള്ളൊരു ലൂപ്പ് ഹോള് ഉണ്ട്. പക്ഷെ അൺമാരീഡ് ആണെന്നുള്ളൊറ്റ കാരണം കൊണ്ട് അതൊരിക്കലും മിസ്യൂസ് ആവുന്നില്ല. കാരണം ആക്ട് തന്നെ പറയുന്നത് സ്ത്രീ ആയാൽ മതി, അൺമാരീഡോ മാരീഡോ മാറ്റർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് പറയുന്നവരെ ഇതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ ശരിക്കും ഇത് മിസ്യൂസ് ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. നമ്മുടെ കേരളത്തിലൊക്കെ കുറവാണ്, പക്ഷെ നോർത്തിലോട്ട്, അതായത് ഫീമെയിൽ ഫീറ്റിസൈഡ് നടക്കുന്ന സ്ഥലങ്ങളിൽ പെൺകുഞ്ഞുങ്ങളാണെന്ന് ഇല്ലീഗൽ ആയിട്ടുള്ള സ്കാനൊക്കെ വഴി അറിഞ്ഞിട്ട് ഈ MTP ആക്ടിന്റെ പ്രൊവിഷൻസ് ഒക്കെ അറിയാവുന്നവര് OCP ഫെയിലിയർ ആണ്, എന്തെങ്കിലും കോൺട്രസെപ്റ്റീവ് ഫെയിലിയർ ആണ് എന്ന് പറഞ്ഞിട്ട് പെൺഭ്രൂണ ഹത്യ, ഫീമെയിൽ ഫീറ്റിസൈഡ് നടത്താനുള്ള സാധ്യതയുണ്ട്. അതാണ് ശരിക്കും ഇതിന്റെ മിസ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ആരാണ് ഇത്ര വിദ്യാഭ്യാസം ഉള്ളവർ ഫീമെയിൽ ഫീറ്റിസൈഡ് ഒക്കെ ചെയ്യുന്നതെന്ന്. ശരിക്കും സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ശരിയാണ്, ഒരുപാട് വിദ്യാഭ്യാസം ഇല്ലാത്തവരൊക്കെയാണ് പെൺഭ്രൂണഹത്യയൊക്കെ ചെയ്യുന്നത് നോർത്ത് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിലും. പക്ഷെ ഒരു കുറഞ്ഞ ശതമാനം വിദ്യാഭ്യാസം ഉള്ളവരും നല്ല വിദ്യാഭ്യാസം ഉള്ളവരും ഇത്തരത്തിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കാണ് ഇത്തരമുള്ള അറിവുകൾ ഉണ്ടാകുന്നതും അവരെ MTPയെ ദുരുപയോഗം ചെയ്യുന്നതും. അതേസമയം വലിയ വിദ്യാഭ്യാസം ഇല്ലാത്തവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ഇല്ലീഗലായിട്ടായിരിക്കും അറിയുന്നതും ഇല്ലീഗലായിട്ടാണ് അവർ അബോർഷൻ ചെയ്യുന്നതും. അബോർഷൻ സ്റ്റിക്ക് പോലെയുള്ള കമ്പിനകത്ത് പല പച്ചമരുന്നുകളൊക്കെ തേച്ചിട്ട് വജൈനയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, വാക്യൂം കപ്പ് അപ്ലൈ ചെയ്യുക, അങ്ങനെ പല ലാടവൈദ്യന്മാരുടെ വിദ്യകൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണ്. വിദ്യാഭ്യാസം കുറവുള്ള ആൾക്കാർ ചെയ്യുന്നത് അങ്ങനെയൊക്കെയാണ്. പക്ഷെ വിദ്യാസമ്പന്നരായുള്ള ആ കുറഞ്ഞ ശതമാനമാണെങ്കിലും ആൾക്കാർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളതാണ് ഇതിന്റെ മിസ്യൂസ് എന്ന് പറയുന്നത് ശരിക്കും. ഇനി നമ്മുടെ നാട്ടിലെ അൺമാരീഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി ഇത്തരത്തിൽ പ്രഗ്നന്റ് ആയാലും എല്ലാവരും അല്ല, ചിലര് കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ട്, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരുണ്ട്. പക്ഷെ ഭൂരിപക്ഷം ആൾക്കാരും എന്താകും, പാനിക് ആവും. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നെ അവർ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുക, യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്യുക, അറിയാവുന്ന ഡോക്ടേഴ്സിനോട് ചോദിക്കുക, മെഡിക്കൽ സ്റ്റോറിൽ പോയി ചോദിക്കുക, ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അവർ ചിലപ്പം കുറച്ച് അഡ്വാൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും, 4-5 മാസമായിട്ടുണ്ടായിരിക്കും. അവരുടെ ഹെൽത്ത് കണ്ടീഷൻസ് പലതായിരിക്കും, അവർക്ക് പലതരം അസുഖങ്ങളുള്ളവരായിരിക്കും. അപ്പൊ ദയവ് ചെയ്ത് അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് പലതരം കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം, ഇൻഫെക്ഷൻ ഉണ്ടാകാം, ബ്ലീഡിങ് ഉണ്ടാകാം, റീറ്റെയിൻഡ് പ്രോഡക്ട്സ് ഉള്ളിലിരുന്ന് അതിന്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം, നിങ്ങൾക്ക് മരണം വരെ സംഭവിക്കാം. ഒരിക്കലും അത്തരം റിസ്കുകൾ നിങ്ങൾ എടുക്കാതിരിക്കുക. നിങ്ങളുടെ പ്രൈവസി എന്തായാലും കോൺഫിഡൻഷ്യൽ ആയിട്ടായിരിക്കും. നിങ്ങളുടെ വിവരങ്ങളൊന്നും പുറത്തറിയാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഒരു മെഡിക്കൽ ഫെസിലിറ്റി പോയാൽ നിങ്ങൾക്ക് ഇത് ചെയ്ത് കിട്ടാനുള്ള റൈറ്റ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഞാനൊരു ഡോക്ടർ ആയതുകൊണ്ട് എനിക്കും പേഴ്സണലി അനുഭവം ഉണ്ട്. എന്നോടും പല ആളുകളും അവർക്ക് പരിചയമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഇത്തരം മെഡിസിൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾക്ക് ഇതിനുള്ള അവകാശം ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കണ്ട്
നിങ്ങളുടെ പ്രോബ്ലംസ് മനസ്സ് തുറന്ന് പറയുക, അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതിനുള്ള റൈറ്റ് നിങ്ങൾക്ക് ഈ രാജ്യത്തുണ്ട്. നിങ്ങൾ മറ്റ് പല രീതികളിലേക്കും പോകേണ്ട കാര്യമില്ല, കാര്യങ്ങൾ കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ്. അപ്പോൾ നിങ്ങൾ മറ്റ് പല അൺസേഫ് ആയിട്ടുള്ള പ്രാക്ടീസസിലേക്കും പോയി നിങ്ങളുടെ ലൈഫ് റിസ്ക് ചെയ്യുക, അതുപോലെ തന്നെ ക്രിമിനൽ അബോർഷൻ ചെയ്താലുള്ള അതിന് ശിക്ഷയുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പം അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോകാതെ നിങ്ങൾ സേഫ് ആയിട്ടും ലീഗലായിട്ടും നിങ്ങൾക്ക് മെഡിക്കൽ സർവീസസ് ഉള്ള ഒരു രാജ്യമാണിത്. നിങ്ങളത് മനസ്സിലാക്കുക, നിങ്ങളുടെ അവകാശം മനസ്സിലാക്കുക. പിന്നെ പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒത്തിരിയും ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അവർ ഹെൽപ്പ് ചെയ്തേക്കാം, ഇല്ല എന്നല്ല പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് പോകുമ്പോഴാണ് ആളുകൾക്ക് ദുരനുഭവം ഉണ്ടാകുന്നത്. പക്ഷെ അങ്ങനെ അവർ പറയുന്നത് കൊണ്ട് നമുക്ക് അവകാശമില്ല എന്നതിനർത്ഥമില്ല. അപ്പൊ എന്താണ് ഈ വിഷയത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ ശരിക്കും ഈ ആന്റി അബോർഷൻ ഇത് പാപമാണ്, എത്തിക്കിലേക്ക് ചിന്തിച്ച് കുഞ്ഞിന് ജീവിക്കാനുള്ള അവകാശമുണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണോ? അത് ശരിക്കും ഒരു സ്ത്രീയുടെ മെന്റൽ ഹെൽത്ത് താറുമാറാക്കുന്ന ഒരു പ്രഗ്നൻസി എന്തായാലും അത് കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല, ബോഡിയിൽ അവർക്ക് റൈറ്റ് ഉണ്ട്, അവരുടെ റീപ്രൊഡക്ഷനിൽ അവർക്ക് റൈറ്റ് ഉണ്ട്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണോ? ഇത് രണ്ടും വളരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യൂസ് ആണെന്നുണ്ടെങ്കിലും ഇതിൽ രണ്ടിലും കുറച്ച് കാര്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇപ്പൊ എന്തായാലും ഈ MTP ആക്ടിൽ ഉണ്ടായേക്കുന്ന മാറ്റങ്ങളൊക്കെ വളരെ നല്ലതാണ്. കാരണം ഒരുപാട് കോംപ്ലിക്കേഷൻസിലേക്ക്, കാരണം അബോർഷൻ ചെയ്യാന്ന് ഉറപ്പിച്ചവർ ഈ പറഞ്ഞ പോലെ പല മെത്തേഡ്സ് വഴിയും ചെയ്യാൻ നോക്കും. അപ്പൊ എന്തായാലും നിയമം അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അവരുടെ മെന്റൽ ഹെൽത്തിനെയും കൂടെ കൺസിഡർ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലതെന്നാണ് എന്റെ ഒപ്പീനിയൻ. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.